പെണ്ണും പെടുക്കും ഒക്കെ ആയ പിന്നെ ഉണ്ണിത്താമൊരാളുടെ ഓട്ടം നമ്മൾ വേണ്ടാന്ന് വെച്ച് പോലീസിനെ പിടിച്ച് മേടിച്ച് കള്ളച്ചേർക്കും കൊണ്ട് ഓടിയിട്ട് അർഷസിന്റെ സുഖം മെച്ചം. ഉറുപ്പത്ത് ഉണ്ടായിട്ടെന്താ, ആസ്പത്രി കൊടുക്കാനേ നേരമുള്ളൂ. അല്ല, കസ്റ്റഡിയിലാവുമ്പോ അതിന്റെ അടുത്ത് എത്ര ഉറുപ്പന്റെ ചരക്കുണ്ടായിരുന്നു? പോലീസിനാണെങ്കിൽ 2 ലക്ഷം, ഉണ്ണിത്താന്റെ കണക്കിലാണെങ്കിൽ 10. ബാക്കി 8 ലക്ഷത്തിന്റെ മുതല് നീ എവിടെയോ അമുക്കിന്നാ ഉണ്ണിത്താൻ പറയണേ. നിനക്കറിയോ, ഇവിടെ വന്ന് നമ്മളെ കുറെ ക്രോസ് വിസ്താരം ചെയ്ത്. സത്യം പറ, നീ എവിടെയാ അമുക്കിയേ? ബാക്കി 8 പോലീസുകാർ തന്നെ അമുക്കിയതാ. പഠിച്ചോനെ, അത് കൊള്ളാലോ. അപ്പേ ഭർത്താവ് പറഞ്ഞോണ്ടിരിക്കാണ്ട് ഇത്തിരി ചോറിട്ട് കൊടുക്കുന്നു. മതി. ജയിലിൽ കിട്ടുന്ന അത്ര ടേസ്റ്റ് ഒന്നും ഇവിടെ ഉണ്ടാവില്ല. എന്നാലും കുടമ്പുളിട്ട് വെച്ച മത്തിയാ. ഞാൻ എഴുന്നേക്കട്ടെ. ഇതെന്താണ്ടത് ജയിലിൽ പോയിട്ട് നിനക്ക് കുറെ ഫോർമാലിറ്റീസ് ഒക്കെ. ആളൊരു പാവാ. അല്ല, ഇനിയിപ്പോ എന്താ നിന്റെ അടുത്ത പരിപാടി? ബാങ്കിൽ കുറച്ച് പൈസ കിടപ്പുണ്ട്. അക്കൗണ്ട് ക്ലോസ് ചെയ്ത് അതും വാങ്ങിച്ച് നാട് വിടണം. എങ്ങോട്ട്? എങ്ങോട്ടൊന്നുമില്ല, ഇവിടെ നിന്നാൽ ശരിയാവില്ല. പരിചയമുള്ളവർക്കൊക്കെ എന്നും ഞാൻ നോട്ടപ്പുള്ളിയായിരിക്കും. എല്ലാം നിർത്തിയെന്ന് പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല. ഗതി കിട്ടാതാവുമ്പോ പിന്നെയും ചുറ്റിത്തിരിഞ്ഞ് ഉണ്ണിത്താൻ്റെ അടുത്ത് തന്നെ ചെന്നപ്പെടും. വേണ്ട, ഓണം എങ്ങോട്ടെങ്കിലും. ഒരു കണക്കിന് അതാ നല്ലത്. മനസ്സിലെങ്കിലും ഒരു സമാധാനം ഉണ്ടാവുമല്ലോ. അതെ, ഇത് പിടിക്ക്. പോയി പായ എടുത്തോണ്ട് വരാം. സാധാരണ നേരത്തെ കിടന്നു തുടങ്ങുന്നത് നിനക്ക് എന്താ ഇന്ന് പെരുന്നാളാവോ? കിടന്നു കഴിക്കോ? മോനെ ഞാനൊന്ന് എടുത്തോട്ടെ സീതലിക്ക. എന്താ എന്റെ പേര്? മമ്മൂട്ടി. കരയല്ലേ, വീഡിയോ ഉള്ളൂ. ഇവനോളെ കണ്ണിട്ട് ചൊളിപ്പിച്ചാണ് ഞാനിവിടെ. ഞാൻ വലിയ നിർത്തി. നേരോ? പടച്ചോനെ, നമ്മൾ എന്താണ് കേൾക്കുന്നത്? സത്യം പറഞ്ഞാൽ നീ ജയിലിൽ പോയത് നന്നായി. കുറെ ദുശ്ശീലങ്ങളൊക്കെ മാറി കിട്ടിയല്ലോ. വീഡിയോ വഴി മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളും കരുതുന്നു കുറെ നാള്. അതുപോട്ടെ, ഇനി ഒറ്റാന്തലേക്ക് നടക്കാനാണോ വിചാരം? നീ എന്താ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല. മനസ്സിലായി. കഴിഞ്ഞതൊന്നും ഓർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല. കൊതിച്ചത് കിട്ടൂല. പടച്ചോൻ ഓരോന്ന് വിധിച്ചിട്ടുണ്ട്, അതേ നടക്കൂ. അതെ, വർത്താനം പറഞ്ഞിരുന്ന് നേരം വെളുപ്പാക്കണ്ട, വന്ന് കിടക്കാൻ നോക്കി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചില ഉത്തരവുകൾ ഇടുന്നല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. ആള് വെറും പാവാ. നീ കിടന്നു. കടവുളെ പുതിയ സെക്യൂരിറ്റിയോ? വേലപ്പൻ നായരെ വീണ്ടും ഇവിടെ സ്ഥലം മാറ്റിയോ? കണ്ണ് കണ്ടോടെ എനിക്ക്? സർക്കിൾ ഇൻസ്പെക്ടറും സെക്യൂരിറ്റി ഗാർഡിനെയും കണ്ട തിരിച്ചറിഞ്ഞൂടെ? സോറി സാർ, കാക്കി ഇട്ടുകൊണ്ട് ഇവിടെ ഇങ്ങനെ നിന്നപ്പോ ഇതാണ് സാർ പറയുന്നത്. പോലീസുകാർക്ക് മാത്രമേ കാക്കി കൊടുക്കാവൂ. ഇത് ഓട്ടോക്കാരനും സെക്യൂരിറ്റിക്കും കണ്ടക്ടർക്കും തോട്ടിക്കും അണ്ടനും അടകോടനും ചെമ്മാനും ചെരുപ്പൂത്തിക്കും എല്ലാം കാക്കിയാകുമ്പോ ഈ ജാതി കൺഫ്യൂഷൻസ് വരും. അത് കാക്കിയുടെ കുഴപ്പമല്ല, ആൾക്കാരെ കണ്ട തിരിച്ചറിയാനുള്ള കോമൺ സെൻസ് വേണം. എന്താ എന്റെ പേര്? മിസ്റ്റർ അനന്തകൃഷ്ണ സ്വാമി, വൈസ് 50, ആലമൻഡ് അലർട്ട് കമ്പനി ജനറൽ മാനേജറാണ്. തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടി പണമെടുക്കാൻ വന്നതാണ്. ഓഫീസ് നമ്പർ 69546. തന്റെ പേര് മാത്രമല്ലേ ഞാൻ ചോദിച്ചുള്ളൂ സ്നേഹിത. ഈ കാക്കിക്കുള്ളിൽ തമാശക്കാരെ വെച്ചിരിപ്പുണ്ടല്ലേ? തന്റെ ഈ കളി എന്നോട് വേണ്ട. സോറി സാർ. ബാങ്കിനകത്ത് കുഴപ്പക്കാരെങ്കിലും ഉണ്ടോ? എന്താ? അല്ല, സാറിയുടെ യൂണിഫോം ഇട്ട് നിൽക്കുന്നുണ്ട് ചോദിച്ചാണ്. SP അദ്ദേഹത്തുണ്ട്. അദ്ദേഹമാണോ കുഴപ്പക്കാരൻ? സോറി സർ, ഐ എം ടോട്ടലി കൺഫ്യൂസ്ഡ്. ഐ വിൽ എക്സ്പ്ലെയിൻ. വേറെ വാചക അടിച്ച് നിൽക്കാണ്ട് പാൻ എടുത്തിട്ട് പോടോ. താങ്ക് യു സർ. എക്സ്ക്യൂസ് മീ, വർക്ക് ഈസ് വർഷിപ്പ്. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. CI പറഞ്ഞു സാറോട് ഉണ്ടെന്ന്. മിസ്റ്റർ അനന്തകൃഷ്ണ സ്വാമി, വയസ്സ് 50. സാറിന്റെ വയസ്സെന്താ?
പരുക്കനാ. ഇന്ന് ഉച്ചയ്ക്ക് നീ എങ്ങനെയും ക്യാഷ് ലീവ് എടുക്കണം. 3 മണിക്ക് ഞാൻ അവിടെ ചെല്ലാന്ന് പറഞ്ഞിട്ടുള്ള. ശരി. സാർ എന്തിനാ എപ്പോഴും ബാങ്കിൽ നിന്ന് ഇങ്ങനെ കാശ് പിൻവലിക്കുന്നത്? തിന്നാൻ അതാണ് ബാങ്കിൽ നിന്ന് ക്യാഷ് എടുക്കുന്നത്. സാർ എന്നെ തെറ്റിദ്ധരിച്ചു. സാറിന്റെ ചിലവുകൾ കുറച്ചുകൂടി നിയന്ത്രിച്ചൂടെ എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. എന്നാ ആദ്യമേ ഞങ്ങൾ ചൂടെ ഇപ്പോഴേ നിയന്ത്രിച്ചില്ലെങ്കിൽ സാറ് പെൻഷൻ പറ്റി വലിയൊരു കടക്കാരനായി മാറി ഞങ്ങളോടൊക്കെ കാശ് കടം ചോദിക്കും എന്നുള്ള പേടി കൊണ്ട് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. നോൺസെൻസ്. യെസ് സാർ. എന്ന് റിലീസായി ഇന്നലെ. എന്താ ഇവിടെ? ബാങ്കിലെ അക്കൗണ്ട് ക്ലോസ് ചെയ്യണമായിരുന്നു. പഴയ ചുറ്റിക്കളിയൊന്നുമില്ലല്ലോ? ഇല്ല സാർ. വെറുതെ എന്റെ കൈക്ക് ജോലി ഉണ്ടാക്കി വെക്കരുത്. ഏതാ ഈ കക്ഷി? പഴയ ശ്രീനിവാസ ജൂബിലി കേസിലെ പ്രതിയാ. ഉറുപ്പ് സാർ ഉണ്ടായിരുന്നപ്പോഴാ പൊക്കിയത്. 5 വർഷം കഠിനമായിരുന്നു. കഷ്ടം. നല്ലൊരു ചെറുപ്പക്കാരൻ. ആള് ഗ്രാജുവേറ്റാ. അയ്യോ, കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ രാഷ്ട്രീയക്കാരന്റെ കൊണ്ടുപോയിരുന്നു. പഠിത്തം കഴിഞ്ഞപ്പോ മുതലാളിമാർ ഏറ്റെടുത്തു. പിന്നെ ഫുൾ ടൈം കൊണ്ടുപോയി. പിടികൂടുന്ന സമയത്ത് നമ്മുടെ ഉണ്ണിത്താനായിരുന്നു. പക്ഷെ കോടതിയിൽ ചെന്നപ്പോൾ ഇവനയുടെ പേര് പറഞ്ഞില്ല. ഇവനെ രക്ഷിച്ചോളാമെന്ന് ഉണ്ണിത്താൻ നേരത്തെ വാക്ക് കൊടുത്തിരുന്ന ഇടപെട്ടാൽ കുടുങ്ങുമെന്ന് വന്നപ്പോൾ അയാൾ കൈകഴുകി. അയ്യോ, ഇങ്ങനെയുള്ള സങ്കടകരമായ കാര്യങ്ങൾ കേൾക്കുമ്പോ ഈ കാക്കി മാറ്റി കാവ്യാക്കിയാലോ എന്ന് ആലോചിക്കുക. യൂണിഫോം കാവ്യാക്കുന്നു എന്താ പ്രയോജനം? അല്ല സാർ, ഞാൻ സന്യസിക്കാൻ പോണ കാര്യം സാറിനോട് ഒരു അക്കൗണ്ട് ക്ലോസ് ചെയ്യണമായിരുന്നു. ഓക്കെ മാനേജർ സാർ. എന്താ വിശേഷാക്ഷി? സൗഖ്യം തന്നെ? ഗുഡ് മോർണിംഗ് മിസ്റ്റർ രാമേന്ദ്രൻ. ഗുഡ് മോർണിംഗ്. ഹൗ ആർ യു മിസ്റ്റർ ജെയിംസ്? സാവിയർ ഫൈൻ. 5 ലക്ഷം. $10 ഒറ്റനോട്ട് വേണം. താഴെ വല്ല പെട്ടിക്കടയിലും പോയി വാങ്ങിക്കൂടെ? അവരും ഇവിടെ നിന്നാണ് ചില്ലറ മറന്നു പറഞ്ഞു. എന്നാ വെയിറ്റ് ചെയ്യേ. ഓക്കെ അല്ലേ? ഒന്ന് നോക്കിക്കോട്ടെ. ഓക്കെ. ടോക്കൺ 23. ബോധക്കേടെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുണ്ട് ബോധക്കേട്. ഡോക്ടർ എന്ത് പറയുന്നു? ഒന്നും പറയാൻ പറ്റില്ല. മനുഷ്യന്റെ അവസ്ഥയല്ലേ. മെഡിക്കൽ സയൻസിന് അജ്ഞാതമായ എത്രയോ പുതിയ രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. തൽക്കാലം ഡിസ്റ്റർബ് ചെയ്യണ്ട, റെസ്റ്റ് എടുക്കട്ടെ. ഇതിനു മുമ്പ് ഇങ്ങനെ ബോധക്കേട് വന്നിട്ടുണ്ടോ? എന്നെ പെണ്ണുവാക്ക വന്നപ്പോ ഇങ്ങനെ എന്റെ ബോധം കെട്ടു. പക്ഷെ അന്ന് 2 മണിക്കൂർ കഴിഞ്ഞപ്പോ ബോധം തെളിഞ്ഞു. വീട്ടിൽ വേറെ ആർക്കെങ്കിലും ഇതുപോലെ? ഇവരുടെ അപ്പാവൊക്കെ കൂടെ കൂടെ ബോധം പോകും. പക്ഷെ അത് മദ്യപാനം കഴിച്ചിട്ടാ. ഓക്കെ ഓക്കെ. ബോധം തെളിഞ്ഞാൽ ഉടനെ എന്നെ വിവരം അറിയിക്കണം. അറിയിക്കാം സാർ. അത്ത அவங்க போயாச்சு. பார்த்துட்டு நிக்காத, இழுத்து மேலே காமாட்சி.
എത്ര നാളേക്ക് ഇങ്ങനെ ബോധമില്ല അടിച്ച് കിടക്കാൻ പോണു? പോലീസ് അവനെ പിടിക്കണവരേക്കും. ஆனா ஒரு சின்ன ப்ராப்ளம் இருக்கு. ചൊല്ലി തോലെ. டாக்டர் சொல்லியாச்சு, ஆ. பேப்பட்டி கடிச்சா கூட இந்த மாதிரி போதக்கேடு வருவன்னு. அது நிஜமாவே போதம் கிடும். ஆமா, நீ எதுக்கு பேப்பட்டியை என்னையும் கணக்கு பண்ற? உங்களோட வயிற்றுல பொக்குள்ள சுറ്റുம் 14 இன்ஜெக்ஷன் போடணும்னு டாக்டர் പറഞ്ഞു. പൊക്കളാ? കടന്ന എന്നോട് പൊക്ക്. എന്താണ് ഇത്? ബട്ട് സെക്രട്ടറി സർ. യു ആർ സസ്പെൻഡഡ്. അയ്യോ സാറേ, ഞാൻ നോ എക്സ്പ്ലനേഷൻ. സാർ സാർ ബാലേന്ദ്രൻ എവിടെ? റൂമിലുണ്ട് സാർ. ഞാൻ വന്ന് അറിഞ്ഞില്ലേ? എന്തോന്ന് പുഴുകത്തില്ലേ അയാളകത്ത്? വ്യക്തമായിട്ട് അറിയില്ല സാർ. ശരൺ, എടോ, മേലുദ്യോഗസ്ഥന്റെ പവർ കാണിക്കാതെ കീഴിലുള്ള CSI കാണാൻ ഞാൻ ഇങ്ങോട്ട് വരുന്നൂടാ. അത് വിവരം എനിക്ക് പിടികിട്ടാത്ത കാര്യമാണ് സാർ. തനിക്ക് പിടി കിട്ടില്ലല്ലോ. യു ആർ എ ഫൂൾ. യെസ് സാർ. സർക്കിൾ അദ്ദേഹം വിവരമാണ് സാർ പറയുന്നത്. സാർ ഞാൻ സാർ സല്യൂട്ടിന് മാത്രമേ ഇവിടെ ഒരു ക്ഷാമമില്ല. ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്ന് കാണുമായിരുന്നല്ലോ എടോ, സാർ. അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ളതല്ല പ്രശ്നം. എങ്ങോട്ടാണ് അന്വേഷണം എന്ന് അറിയേണ്ടത്. സാർ, എടോ, അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്. ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കേസാ. ആട്ടെ, ഈ കളവ് പോയ ഓട്ടോറിക്ഷയുടെ തുമ്പ് വല്ലതും കിട്ടിയോ? തുമ്പ് മാത്രല്ല, എല്ലാം കൂടെ പെറുക്കി കൂട്ടിയപ്പോ ഏതാണ്ട് മുഴുവൻ പാർട്സും കിട്ടി. പാട്സേ, താൻ പുഴുങ്ങി തിന്നാ മതി. അയ്യേ, എടോ, അവന്മാരെ കുറിച്ച് വല്ല വിവരവും കിട്ടിയെന്നാണ് എനിക്ക് അറിയേണ്ടത്. ചിലപ്പോ വിവരം കിട്ടാൻ സാധ്യതയുണ്ടെന്ന് ഒരു ചെറിയ വിവരം കിട്ടിയിട്ടുണ്ട്. മനസ്സിലായില്ല. അതിലൊരുത്തിന് നല്ല മുറിവ് പറ്റിയിട്ടുണ്ട്. ഓട്ടോറിക്ഷ മറിഞ്ഞു വീണെടുത്ത് ചോര ഒഴുകിയ പാടുണ്ട്. എന്നിട്ട് ഹോസ്പിറ്റലിൽ അന്വേഷിച്ചോ? ഞങ്ങൾ മെസ്സേജിൽ കൊടുത്തോണ്ടിരിക്കുക സാർ. എങ്ങോട്ട്? സിറ്റിയിലുള്ള എല്ലാ ഹോസ്പിറ്റലിലേക്കും. അത് പോരാ. ആ. പ്രാന്തപ്രദേശങ്ങളിലുള്ള എല്ലാ ഹോസ്പിറ്റലുകളിലേക്കും മെസ്സേജ് പാസ് ചെയ്യണം. അതെവിടെ സാർ? ഏത്? ഈ പ്രാന്തപ്രദേശം കൂനമ്മാവിന്റെ അടുത്ത്. അതൊന്ന് നോട്ട് വെക്കാം. പുഴുകി തിന്നാനായി. അയ്യോ. 24 അവേഴ്സിനകം കാര്യമായ വിവരങ്ങളൊന്നും എനിക്ക് കിട്ടിയില്ലെങ്കിൽ എല്ലാത്തിനെയും ഞാൻ സസ്പെൻഡ് ചെയ്യും. മമ്മി ബിസ്ക്കറ്റും പാലും എടുത്തു വെക്കാൻ പോവാ. ബഹളം ഉണ്ടാക്കാതെ ഇരുന്ന് കണ്ടോണം. കുസൃതി കാണിച്ചാ അറിയാലോ. ഇവരെ ഉപദ്രവിക്കരുത്. മര്യാദക്ക് ഇരുന്നോണം. ബോംബെയിൽ വെച്ച് ഡഗ്ലസിന്റെ അടുത്ത് കാണിച്ച തെമ്മാടിത്തനം എന്റെ അടുത്ത് കാണിച്ചാലുണ്ടല്ലോ. ആ